ഒരു നിമിഷം വീണ്ടും ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്നതാണ് നമ്മുടെ ദൈവവിളിയുടെ ഏറ്റവും കാതലായൊരു ഭാഗം. ദൈവവിളി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വിളി. ഇവിടെ മറ്റൊന്നും നമുക്ക് ആഗ്രഹിക്കാനില്ല, ഈശോ മാത്രം. കുരിശിൻ്റെ പുകഴ്ച അല്ലെങ്കിൽ എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്നതിന്, കുരിശിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ്. ഉയർപ്പിൻ്റെ അനുഭവം. ഇന്നത്തെ ദിവസം ഈ ധ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കാനും അനുഭവിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ അതിനു വേണ്ടി ദാഹിക്കുക. ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വോളിയം കേൾക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് നിങ്ങളിന്ന് നിറയാൻ പോവുകയാണ്. അതായിരിക്കും നിങ്ങളുടെ പ്രധാന ഓണസദ്യ. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഓണത്തിൻ്റെ ബാഹ്യമായ ആഹ്ലാദത്തിൽ നിങ്ങൾ ഇന്ന് പെടരുതെന്ന്. പെട്ടാൽ ഈ സദ്യ നിങ്ങൾക്ക് ആസ്വാദ്യകരമാവില്ല. അതുകൊണ്ട് കുരിശിനെ പ്രതി, ഈശോയെ പ്രതി ബാഹ്യമായ ആഹ്ലാദങ്ങളിൽ കൂടുതൽ രുചി പകരാതെ ഇന്ന് ഈശോയുടെ കുരിശിൻ്റെ, അതോടൊപ്പം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ, അതോടൊപ്പം ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അല്പസമയം ദാഹിക്കുക. ഈശോ പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് കുടിക്കുക. വീണ്ടും നമുക്ക് ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അവിടെ ഈശോയും ഒത്ത് ലയിച്ചു ചേരാം. ഈശോയുടെ ആത്മാവ്, നമ്മുടെ ആത്മാവും ഒന്നാകുന്നു. ഈശോയുടെ വേദനകളിൽ നമ്മൾ ആശ്വസിപ്പിക്കുന്നു. ഈശോയുടെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകും, നമ്മളാകും. വാസ്തവത്തിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ഹൃദയം തുറന്ന് പ്രേമിക്കാം. ഇതൊരു ആത്മീയ ജീവിതത്തിൽ അധികം കേൾക്കാത്തൊരു വാക്കാണ് പ്രേമം. എന്നാൽ ആത്മീയ ജീവിതത്തിൻ്റെ മാധുര്യം ഒരാധ്യാത്മിക പ്രണയത്തിലാണ്. ആധ്യാത്മിക പ്രണയം. ഈ വാക്ക് തന്നെയാണ് പല വിശുദ്ധരും ഉപയോഗിച്ചിട്ടുള്ളത്. മണവാളൻ മണവാട്ടി വെറും സങ്കല്പമല്ല,
അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മണവാട്ടിയാണ്, നമ്മൾ മണവാട്ടിയാണ്, സഭ മുഴുവനും ഈശോയുടെ മണവാട്ടിയാണ്, മനുഷ്യാത്മാക്കൾ മുഴുവനും ഈശോയുടെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ അണിയിച്ചൊരുക്കുക എന്നതാണ് ഈശോയുടെ വലിയ ആനന്ദം. ഈശോ അതിൽ ആനന്ദിക്കുന്നു. മണവാട്ടിയെ അണിയിച്ചൊരുക്കി കളങ്കമില്ലാതെ നിർമ്മലയാക്കി മാറ്റുക. അതിനുവേണ്ടി ഈശോ എത്രത്തോളം സഹിക്കേണ്ടി വരുന്നു എന്നതാണ് കുരിശ്. അതിന് ഈശോ എത്രത്തോളം വേദനിക്കേണ്ടി വന്നതാണ് പീഡാസഹനം. മണവാട്ടിയെ കളങ്കമില്ലാതെ നിർമ്മലയാക്കാൻ, അണിയിച്ചൊരുക്കാൻ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഈശോ നടത്തി, ഈശോ മണവാട്ടിയുമായിട്ട് നീങ്ങുകയാണ്. അതാണ് എക്സോൾട്ടേഷൻ, മഹത്വം. അതിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ് റിലീജിയസ് എന്ന് പറയുന്നവർ, സമർപ്പിതർ എന്ന് പറയുന്നവർ. ആ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെ കുരിശുണ്ടായാലും എത്ര ഭയാനക സഹനമുണ്ടായാലും അതെല്ലാം മണവാളന് വേണ്ടി ആനന്ദമാണ്. മണവാളനെ പ്രതി ഉള്ള സ്നേഹത്തിൻ്റെ പേരിൽ അതെല്ലാം ആനന്ദമായി മാറും. ആ ബോധ്യത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ആ മണവറയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർസ്ഥലത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ മണവാളൻ മണവാട്ടിയെ സ്നേഹിച്ച് ആ മണവാട്ടിയുമായിട്ട് പ്രേമിക്കാൻ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. എൻ്റെ നാഥ, എൻ്റെ പ്രാണനെ, എൻ്റെ സ്നേഹമേ, എൻ്റെ ജീവനേ, പല വിചാരങ്ങൾ എന്ത് വന്നാലും അതെല്ലാം തിരസ്കരിക്കുക. അതാണ് കതകടയ്ക്കുക. നിൻ്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കുക. നിൻ്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കുക. നിൻ്റെ മുറിയിൽ കടന്ന് കതകടയ്ക്കുക.
ഹലോ 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 ഹലോ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ സ്നേഹം ഒരു ഉറവ പോലെ ഉള്ളിൽ നിന്നിങ്ങനെ, ഒരു കിണറ്റിൻ്റെ താഴെയിൽ നിന്ന് ഉറവ വെള്ളമിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന പോലെയാണ് ഈശോയുടെ ആ മാധുര്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ തുളുമ്പും. ആ തുളുമ്പുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള എല്ലാവിധ നിരാശയെയും അകറ്റും, എല്ലാവിധ ദുഃഖങ്ങളെയും അകറ്റും, എല്ലാവിധ ആകുലതകളെയും അകറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ ആ ഉറവ നിങ്ങളിലിങ്ങനെ ഒഴുകാൻ തുടങ്ങും. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവ ഇങ്ങനെ ഒഴുകും. അത് ഒരു തത്വമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് എ ട്രൂത്ത്. നൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതിപ്പോൾ നിങ്ങളിൽ, നമ്മളിലെല്ലാം ഇപ്പോൾ ആ ഉറവ തുറന്നിരിക്കുകയാണ്. ആ ഉറവ തുറന്നിരിക്കുകയാണ്. ആ ഉറവയിൽ നിന്നും കുടിക്കുക. ആ ഉറവ ഒരിക്കലും പറ്റാത്ത, ദ ഇൻഎക്സോസ്റ്റബിൾ source of the living water. Inexhaustible. ഒരിക്കലും വറ്റാത്ത ഉറവയാണത്. ഒരിക്കലും വറ്റാത്ത ഉറവ. ദൈവത്തിൻ്റെ ജീവനാണത്. ഇറ്റ്സ് ദ ലൈഫ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മദാനമാണത്. It's a salvific self-giving of God. ആത്മദാനം. ജീവജലത്തിൻ അരുവിയ, ജീവജലത്തിൻ ഉറവയായി എന്നിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നാത്മാവിൽ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവുമായി ഞാൻ ഒട്ടിച്ചേർക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതു കൈ. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ആ ഉറവ, ആ ദൈവാത്മാവ്, ആ ഈശോ നമ്മളോട് സംസാരിക്കും. ആ ശബ്ദം കേൾക്കണം. അവിടെയാണ് നമ്മുടെ ഇൻറ്റിമസി,
ആ ലയനം, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ശ്രമിക്കൂ. എല്ലാവർക്കും ശബ്ദം കേൾക്കാൻ പറ്റും. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ അപ്പച്ചനാണ്. ആ അപ്പച്ചൻ ഈശോയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളോട് സംസാരിക്കുന്നു. കേൾക്കൂ. മകളെ, നീ എൻ്റേതാണ്. യു ആർ മൈൻ. ഞാൻ നിനക്ക് രൂപം നൽകി. ഞാൻ നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിന്റെ ജീവൻ എൻ്റെ ജീവനിൽ ലയിച്ചിരിക്കുന്നു. നിനക്ക് ഞാൻ മാത്രം മതി. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അറിയുന്നു. നിന്റെ ആവേശം എന്നെ ഉന്മത്തനാക്കുന്നു. ഞാൻ നിന്നിലൂടെ ലോകത്തിലേക്കും നിന്നിലൂടെ ലോകത്തിൻ്റെ വേദനകൾ ഏറ്റെടുക്കും. ഉയർപ്പിൻ്റെ ശക്തി, അതാണ് കുരിശിൻ്റെ മഹത്വം. കുരിശിലൂടെ മാത്രമാണ് ഉയർപ്പുണ്ടാകുന്നത്. ആ ഉയർപ്പിൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തെ മഹത്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് എക്സോൾട്ടേഷൻ, ഗ്ലോറി, മഹത്വം. മഹത്വീകരണമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാന അനുഭവം. മഹത്വീകരണം. വരാനിരിക്കുന്ന മഹത്വങ്ങളെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ നമ്മുടെ സഹനങ്ങൾ
വളരെ ചെറുതാണ്. ഓ പരിശുദ്ധാത്മാവേ, ഇനി ഒരു നിമിഷം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ലയിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് വരാം. നമ്മുടെ ബലഹീനതകളിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം പദ്ധതി നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ വേറെ ലോകത്തിൻ്റെയും വീടിൻ്റെയും അവിടത്തെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ വിസ്മയാവഹമായ മഹത്വം വെളിപാട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് മറ്റുള്ളതെല്ലാം വിട്ട് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വിസ്മരണീയത, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവേ, നീ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് ദാ പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ അറിയുന്ന ആത്മാവ്, ഹൃദയം അറിയുന്ന ആത്മാവ്, ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന ആത്മാവ്. ഓ പരിശുദ്ധാത്മാവ്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. നീ തന്നെ എന്നിൽ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം. ഞാൻ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആത്മാവ്, മനസ്സല്ല പ്രാർത്ഥിക്കുന്നത്. അതാണ് ഭാഷാവരത്തിലെ പ്രാർത്ഥന. ശാല ഹല ബല ഹല ബല ഹല ബല. ഓ പരിശുദ്ധാത്മാവെ, അങ്ങ് പ്രാർത്ഥിക്കണമേ. എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കണമേ. എൻ്റെ ആത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല ഈ സമൂഹത്തിന്, ഈ മക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എനിക്ക് തന്നെ വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവിക രഹസ്യങ്ങളുടെ ഖജാന തുറക്കുന്നതിന്, ഇന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ ഈ മക്കൾക്ക് വെളിപ്പെടുത്തുന്നതിന്, ഇവരുടെ മനസ്സിനെ, ഇവരുടെ ഹൃദയത്തെ, ഇവരുടെ ആത്മാവിനെ ഒരുക്കുന്നതിനായിട്ട് ആത്മാവ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ്, എൻ്റെ ആത്മാവും ഒരുമിച്ച് ഇവരെല്ലാവരുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സാവധാനം ഈ പ്രാർത്ഥന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മൗനമായിട്ട് തന്നെ ആയിരിക്കുന്നതാണ് ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് ഏറ്റവും ആവശ്യം.
പക്ഷേ ഇന്ന് ഓണമാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഓ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാതെ, പ്രത്യേകിച്ച് ഇന്ന് വലിയ കാര്യങ്ങളെ ഞങ്ങൾക്ക് പഠന വിഷയമാക്കുന്നതിന് ആത്മാവ് ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ വേറൊരു ലൗകികതയിലും വീണു പോകാതെ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ തീർത്ഥാടനത്തെ കൊണ്ടുവന്നെത്തിക്കണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണേ. ആമേൻ.